സം കണ്ടോ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ. സസ്റ്റൈനബിൾ യൂണിറ്റ് 2 ഇതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുത്തുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്ട്സിൻ്റെ മലയാളത്തിലുള്ള നോട്ട്സ് അവൈലബിൾ ആണോ, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള നോട്ട്സ് അവൈലബിൾ ആണോ? പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. പലരും ജോലിക്കൊക്കെ പോയിട്ട് പഠിക്കുന്നവരാണ്. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അവൈലബിൾ ആണോ? സോ നമ്മളിതിനേക്കാൾ മുമ്പുള്ള എൻ്റെ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 4 സബ്ജക്ട്സ് പഠിക്കാനുള്ളതിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ളതും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ളതുമായ നോട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഓരോ പേപ്പറിൻ്റെയും ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ BComൻ്റെ ആണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ഉണ്ട്, അത് BCom സ്റ്റുഡൻസിൻ്റെ. അതുപോലെ BBAയുടെ പേപ്പേഴ്സ്, ദെൻ BA ആണെങ്കിൽ BA സോഷ്യോളജിയുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ട്സ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൽ ആദ്യത്തെ സബ്ജക്ട്സിൻ്റെ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസം. സോ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മളിതിൻ്റെയൊക്കെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അസൈൻമെൻറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ട്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇനി നിങ്ങൾക്ക് നോട്ട്സ് മാത്രമായിട്ട് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓക്കെ, KC's ക്ലാസ്സസിൻ്റെ ആപ്പിലൂടെയാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ് ആണെങ്കിലും ഇനിയിപ്പോൾ നോട്ട്സ് ആണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ, ആക്സസ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ ആ നോട്ട്സിൻ്റെ ഡീറ്റെയിൽസിലൂടെ ഒന്ന് പോകുകയാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. നിങ്ങളിപ്പോൾ അതിൻ്റെ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ് അത് വായിക്കാൻ തന്നെ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഒരുപാട് ഇങ്ങനെ അച്ചടിച്ച് വെച്ചിരിക്കുക. സോ എക്സാമിൻ്റെ സമയത്തേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇത്രയധികം ഇങ്ങനെ വലിച്ചു വാരിക്കെടുക്കുകയാണ്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തലയിലേക്ക് കയറുന്നില്ല. പിന്നെ കുറേ കുട്ടികൾ മലയാളത്തിൽ എക്സാം എഴുതാൻ നോക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിലുള്ളത് മാത്രമാകുമ്പോൾ എഴുതാൻ ബുദ്ധിമുട്ട്. കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്ന് പറയണത് അല്ലേ? ബുക്കിലുള്ള പ്രസൻറ്റേഷൻ, സ്റ്റഡി മെറ്റീരിയലുള്ള പ്രസൻറ്റേഷൻ ലെങ്തി ആയിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ എക്സ്പ്ലനേഷൻ, ഇപ്പോൾ റോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഇത്രത്തോളമുണ്ട്. ഇപ്പോൾ യുനെസ്കോ റോൾ ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ ഇത്രത്തോളമുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ, അപ്പം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അപ്പം നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് 2 ലാംഗ്വേജിലും പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് 2 ലാംഗ്വേജിൻ്റെയും നോട്ട്സ് അറ്റ് എ ടൈമിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നോട്ട്സ് ഈ രീതിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് യൂണിറ്റ് ആണത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഇങ്ങനെയാണ് വരാം. കണ്ടോ, ഇൻട്രൊഡക്ഷൻ, ദെൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്താണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇൻ ഇന്ത്യ, ടൈപ്സ് ഓഫ് ടൂറിസം. കണ്ടോ, ഈ രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ നോട്ട്സ് ആണത്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടൈപ്സ് ഓഫ് ടൂറിസം, ലിഷർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം, വൈൽഡ് ലൈഫ് ടൂറിസം. കറക്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇട്ട് പഠിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോസിറ്റീവ് ഇമ്പാക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഇപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയണത് ഇതാ ഇങ്ങനെയാണ്. ഒറ്റ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എടുക്കുക ഒരു പാരഗ്രാഫായിട്ട്. ഇത് വായിക്കാൻ തന്നെ കുട്ടികൾക്ക് വളരെ പാടാണ്, ബുദ്ധിമുട്ടാണ്. നമ്മളിതിനെ സമ്മപ്പ് ചെയ്ത് കറക്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇട്ടിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പാരഗ്രാഫിനെ കറക്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസിനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ. ഇനി ഇതിൻ്റെ മലയാളത്തിലുള്ളതും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, അപ്പോൾ മലയാളത്തിലുള്ളത് ഇതാ പഠിക്കും വളരെ യൂസ്ഫുൾ ആണ്.
ഹിസ്റ്റോറിക്കൽ ടൂറിസം, ചരിത്രപരമായ ടൂറിസം, ടൂറിസത്തിൻ്റെ ആമുഖം, ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് മലയാളത്തിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്താണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇൻ ഇന്ത്യ, ടൈപ്സ് ഓഫ് ടൂറിസം, കണ്ടോ. അപ്പോൾ ഇംഗ്ലീഷിലുള്ളതും അതിൻ്റെ കറക്റ്റ് മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ, ലിഷർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, സാംസ്കാരിക ടൂറിസം, കണ്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ. സസ്റ്റൈനബിൾ ടൂറിസം അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികളെ എക്സാം ഓറിയൻറ്റഡ് ആയി, ഇപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് കറക്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ, ഇത് യൂണിറ്റ് 1, അതുപോലെ തന്നെ യൂണിറ്റ് 2 ഇതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഫാക്ടേഴ്സ്, ഇതൊക്കെ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ പോയി നോക്കുകയാണെങ്കിൽ തല ഭ്രാന്ത് വരണമെന്ന് എപ്പോഴും കുട്ടികൾ പറയുന്നതാ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ആകെ എന്താ പറയുക, വളരെ ലെങ്തി ആയിട്ടാണ്, കണ്ടോ. റോള് ആർക്കിയോളജിക്കൽ സർവേയുടെ ഒക്കെ അത് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളാക്കിയിട്ട്, കണ്ടോ. ഈ രീതിയിലുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് നമ്മൾ നൽകുന്നത്. നമുക്ക് എന്തായാലും എക്സാമിന് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. യൂണിറ്റ് 2 ആണ് ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, കണ്ടോ. ചരിത്രപരമായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത് മലയാളം എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിൻ്റെയും ഇതുപോലെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ട്സ്, അതുപോലെ തന്നെ BCom BBA ഇതിൻ്റെയൊക്കെ ക്ലാസ്സും അസൈൻമെൻറ്റ് സപ്പോർട്ടും ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസൊക്കെ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ട്സ് ആണെങ്കിൽ നോട്ട്സും അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലോട്ടൊന്നും വെക്കരുത്. പഠനമൊക്കെ നേരത്തെ ആരംഭിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ഒരുമിച്ചാണ് എക്സാം വരിക. അസൈൻമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.